അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു സുന്ദരനാമം എന്ന് പറഞ്ഞാൽ അൽ മലിക്. അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുക രാജാവ്, പരമാധികാരി, ഉടമ, ഭരണാധികാരി, ഉടമസ്ഥൻ എന്നുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് പറയാം. ഖുർആനിലെ 5 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ തന്നെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആധിപത്യത്തിൻ്റെ രാജാവ് എന്നർത്ഥം വരുന്ന അൽ മലിക് എന്നുള്ള വാക്ക് വിളിക്കുന്നുണ്ട്. മലിക് എന്ന് പറയുന്ന ഈ ഒരു നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ പ്രപഞ്ചത്തിന് മേലെയുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലുമുള്ള അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണവും ഒക്കെയാണ് ഈ ഒരു നാമം സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ അൽ മലിക് എന്നുള്ള ഈ ഒരു നാമം സൃഷ്ടികളുടെ മേൽ അള്ളാഹുവിനുള്ള പരമമായിട്ടുള്ള പരമാധികാരത്തിനെയും ഉടമസ്ഥതയും രാജ്യത്വത്തെയും ഒക്കെ ഊന്നിപ്പറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ രാജ്യത്ത് അല്ലെങ്കിൽ ഓരോ നാട്ടിൽ ജീവിക്കുമ്പോൾ അവിടെ ഭരണാധികാരികളുണ്ടാവും, നിയമങ്ങളുണ്ടാവും. അവരുടെ നിയന്ത്രണത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരിയാണ്. അപ്പം അള്ളാഹിൻ്റെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ നിയമങ്ങൾ, അതിർവരമ്പുകൾക്കുള്ളിൽ ജീവിക്കുക എന്നുള്ളതാണ് അടിമകളായിട്ടുള്ള നമ്മളുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ ഇഷ്ടിക്കുന്ന ആൾക്കാർക്ക് അധികാരം കൊടുക്കുന്നു. പക്ഷേ പരമാധികാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ്. സൂറത്ത് ആഹയിൽ 114 ആയത്തിൽ പറയുന്നു, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു വഖുൽ റബ്ബി സിദ്നി ഇൽമ. സാക്ഷാൽ അധിപതിയായ അള്ളാഹു അത്യുന്നതനാണ്. ഖുർആൻ നിനക്ക് ബോധനം നൽകി കഴിയും മുമ്പേ നീ അത് വായിക്കാൻ ധൃതി കാണിക്കരുത്. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ നാഥ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ. മറ്റൊരു സൂറത്തായ സൂറ നാസിലെ 2-ാമത്തെ ആയത്ത് കാണാം, മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്. അസ്സലാമു അലൈക്കും.